ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ദിവസം പിഷാരടിയും അതുപോലെ ശ്വേതാമേനോനും തമ്മിലുള്ള ഫോൺ കോൾ പുറത്തു വന്നു. ഏകദേശം 40 മിനിറ്റുള്ള സംസാരം. അപ്പോൾ അതെല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ശ്വേതാമേനോനാണ് ഈ ഓഡിയോ പുറത്തു വിട്ടത്. അമ്മയുടെ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും പറഞ്ഞു തീർക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് പിഷാരടി ശ്വേതാമേനോനെ വിളിച്ച് സംസാരിച്ചത്. ഈ ശ്വേതാമേനോൻ അതും ലീക്കാക്കി. എന്തൊരു നാണക്കേടാണ് ഇത്. പിഷാരടി പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീക്കായതല്ല, അവർ മനഃപൂർവ്വം ശ്വേതാമേനോൻ തന്നെ പുറത്തു വിട്ടാണ് അത്. കാരണം പിഷാരടിക്ക് സങ്കടമുണ്ട്. പിഷാരടി പറഞ്ഞ ഒരു സുഹൃത്തെന്ന നിലയിൽ സംസാരിച്ചതാണ്, അതുവരെ പുറത്തു വിട്ടു. എന്തൊരു നാണക്കേടാണ് ശരിക്കും, അല്ലേ? നിങ്ങളൊന്ന് വിചാരിച്ചു. ആ ഫോൺ റെക്കോർഡിങ്ങിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. അതായത് പിഷാരടി അൻസിബയെയും ടിനി ടോമിനെയും എല്ലാവരും വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അൻസിബയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയണം എന്നാണ് പറഞ്ഞത്. പക്ഷേ പൊതുമധ്യത്തിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിനി ടോം ആ കുറ്റം ചെയ്തെന്ന് എല്ലാവരും വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മാപ്പ് പറയാൻ പറ്റില്ല എന്നാണ് ടിനി ടോമിൻ്റെ ഭാഗം. അൻസിബ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ ഇവരുടെ ആരുടെയെങ്കിലും സാന്നിധ്യത്തിൽ മാപ്പ് പറഞ്ഞാൽ മതി. അപ്പോൾ സംഭവം ടിനി ടോം ഇങ്ങനെയൊക്കെ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളതെന്നുള്ളത് ഈ റെക്കോർഡിങ്ങിൽ നിന്ന് വ്യക്തമാണ്. ഈ ഫോൺ റെക്കോർഡിങ് പുറത്തു വിട്ടതിന് ശേഷം മാലാ പാർവതി, അൻസിബ ഹസനൊക്കെ പത്രസമ്മേളനം വിളിച്ച് ചേർത്ത് മാലാ പാർവതി പല വെളിപ്പെടുത്തലുകളും ശ്വേതാമേനോനെതിരെ നടത്തുകയുണ്ടായി. അപ്പോൾ ഈ ഫോൺ റെക്കോർഡിങ് പുറത്ത് വിട്ടതോടുകൂടി ശ്വേതാമേനോൻ സ്വയം കുഴി തോണ്ടിയിരിക്കുന്നത്. ഈ അൻസിബയുടെ വിഷയത്തിൽ മാലാ പാർവതിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക വരെ ഉണ്ടായി ശ്വേതാമേനോൻ. ശ്വേതാമേനോൻ്റെ തനി സ്വരൂപം ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആളുകളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു, അവർക്ക് രാജിവെക്കണമെങ്കിൽ രാജിവെച്ച് പുറത്തു പോയപ്പോൾ അവർ രാജിവെക്കുമെന്ന് പറഞ്ഞിട്ട് പോയ ശേഷം അവരിപ്പോൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജി ഞാൻ ഒഫീഷ്യലായി അന്ന് പറഞ്ഞിട്ടുള്ളൂ, ഞാൻ രാജി സമർപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇപ്പോഴും പ്രസിഡന്റ്. ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട കാര്യം തന്നെ ഉള്ളത്. ഈ സംഭവങ്ങൾ പറഞ്ഞു തീർക്കാൻ വന്ന പിഷാരടിയെയും ശ്വേതാമേനോൻ വെറുപ്പിച്ചു. ഇനി എന്ത് ചെയ്യും? ഇപ്പോൾ ആളുകൾ മൊത്തം ശ്വേതാമേനോനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. കാരണം തന്നെ മാലാ പാർവതി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അൻസിബ 4 പേരെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നൊക്കെ ആണ് ശ്വേതാമേനോൻ നമ്മുടെ മാലാ പാർവതിനോട് പറഞ്ഞതെന്നാണ് പറഞ്ഞത്. എത്ര എന്തൊക്കെ ആരോപണങ്ങളാണ് വരുന്നത്. ഇപ്പം ഈ ശ്വേതാമേനോൻ ശരിക്കും ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്രട്ടറി സ്ഥാനം ഒഫീഷ്യലായിട്ട് രാജിവെക്കുക. അതായിരിക്കും നല്ലത്. ഈ വിഷയങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിഷാരടി പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിനി ടോം വിളിച്ച് കരഞ്ഞ് പറഞ്ഞ കാര്യം, ഈ സംഭവം എങ്ങനെയെങ്കിലും അൻസിബയായിട്ടുള്ള വിഷയം എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കണം എന്നാണ്. അങ്ങനെയാണ് ആഗ്രഹം ആർക്ക്? ടിനി ടോമിന്. പക്ഷേ ഇത് ഒത്തുതീർപ്പാക്കണമെങ്കിൽ മാപ്പ് പറയണം. പരസ്യമായിട്ട് മാപ്പ് പറയാനും പറ്റുമല്ലോ. പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിഷാരടി പറഞ്ഞ കേട്ടില്ലേ, അതായത് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞ പ്രശ്നം തീരും. പക്ഷേ ഇങ്ങനെയൊരു പരാമർശം, ജിഹാദി ഇങ്ങനെയുള്ള വർഗീയ പരാമർശം നടത്തിക്കൊണ്ട് ആർക്ക് വേണമെങ്കിലും പുള്ളിക്കെതിരെ കേസ് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ മോഹൻലാലും മമ്മൂട്ടി ഇപ്പോൾ നിലവിൽ ഇവിടെ സ്ഥലത്തില്ല. അവർ വന്ന ശേഷം ഇവരുടെയൊക്കെ ഒരു നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം ഒത്തുതീർപ്പാവും. പക്ഷെ ശ്വേതാമേനോൻ്റെ കാര്യത്തിൽ ഇനി ഒരു പ്രതീക്ഷയില്ല. ശ്വേതാമേനോൻ്റെ കയ്യിലിപ്പോൾ എല്ലാവരും ഓരോ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ. ഉടനെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ശ്വേതാമേനോൻ്റെ തനി സ്വരൂപം വെളിയിൽ വന്നിരിക്കുകയാണ്.
ഇതുപോലെ വർഗീയ ചിന്തയുള്ള ഒരാൾ അമ്മയുടെ നേതൃസ്ഥാനത്ത് ഇരിക്കാൻ അർഹയല്ല എന്നാണ് മാലാപാർവതി പറയുന്നത്. ശരിക്കും മാലാപാർവതിയുടെ സംസാര രീതിയൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ഈ മാലാപാർവതിയെ പോലുള്ള ആളുകളാണ് ശരിക്കും അമ്മയുടെ നേതൃസ്ഥാനത്ത് വരേണ്ടത്. അവരെന്ത് വ്യക്തമായിട്ടൊക്കെയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ശ്വേതാമേനോൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാട് ആദ്യം മുതലേ എല്ലാവരും കണ്ടതാണ്. കാരണം ടിനി ടോമിൻ്റെ വിഷയങ്ങൾ വന്നു കഴിഞ്ഞ സമയത്തും ലക്ഷ്മിപ്രിയയുടെ വിഷയങ്ങൾ വന്ന സമയത്തും ഇതിനെതിരെ സൈലൻ്റ് ആയിട്ടിരിക്കാനാണ് ശ്വേതാമേനോൻ ശ്രമിച്ചിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരാൾ ഈ നേതൃസ്ഥാനത്ത് ഇരിക്കാൻ ഒട്ടും അർഹയല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ? അതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ചാനൽ പുതിയതാണ്, പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പറയുമ്പോൾ കുറച്ച് തെറ്റിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, വീണ്ടും വേറൊരു വിഷയമായിട്ട് വീണ്ടും കാണും വരെ ഗുഡ് ബൈ.